Hello my dear students. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ബികോം ഡിഗ്രി എക്സാമിനേഷനിൽ ഫങ്ഷണൽ ആപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് 1 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് 3 മാർക്സ് ആൻഡ് 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുതിയ സിലബസ് പ്രകാരം ഹാഫ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഡയറക്റ്റ് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്സിന്റെയും 8 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. BBA കേസിലായിക്കോട്ടെ, BCOMന്റെ കേസിലായിക്കോട്ടെ. നമ്മുടെ എക്സ്പെക്റ്റഡ് 3 മാർക്സ് ക്വസ്റ്റ്യന്റെ കേസിൽ ഓർ 8 മാർക്ക് ക്വസ്റ്റ്യന്റെ കേസിൽ ഓരോ മൊഡ്യൂൾ വൈസ് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓൾറെഡി നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മോഡൽ തന്നിട്ടുണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മുടെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേ ബി ഡിഫൈൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചോദിക്കാം, വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം. അല്ലെ, നമ്മൾ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് കൂടെ എക്സ്ട്രാ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ചില ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വാട്ട് ഈസ് ഫൈനാൻഷ്യൽ പ്ലാൻ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫൈനാൻഷ്യൽ പ്ലാൻ. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ or what are the main factors affecting capital structure. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ളത്. എന്തുകൊണ്ടാണ് ഈ എക്സ്പെക്ടർ എന്ന് പറയാൻ കാരണം, നമുക്ക് ഓൾറെഡി ഓരോ സബ്ജക്റ്റിന് ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. കാരണം നമുക്ക് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്ന സമയത്ത് 8 മാർക്സിന് ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആക്കി തന്നത്. നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിന് ഈ 6 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. വാട്ട് ഈസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ, വാട്ട് ആർ ദി മെയിൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. വാട്ട് ആർ ദി മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ ആപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് നമ്മള് പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ പോയിന്റ്സും നമ്മുടെ എക്സാമിന് എഴുതാൻ പറ്റണം. നിങ്ങൾ ആ പോയിന്റ് ആദ്യം ബൈ ഹാർട്ട് പഠിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റണം. അതിനാണ് ഈ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് മാർക്സ് അങ്ങനെ ഇപ്പൊ എല്ലാ പോയിന്റ്സും ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല. ദാറ്റ് മീൻസ് എല്ലാ എക്സ്പ്ലനേഷനും ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പോയിന്റ്സ് ഏതൊക്കെയാണോ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്ക് അറിയണം ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഏതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ആദ്യം തന്നെ അതൊരു 8 മാർക്കിന് സപ്പോസ് 8 മാർക്സിന് ചോദിച്ചാൽ അല്ലെ ഒരു ഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റപ്പ് ആക്കിയിട്ട് എഴുതണം. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന് സെന്ററിൽ എഴുതി ഒരു പെന്നോണ്ട് 2 സൈഡ് ഡിവൈഡഡ് ഇൻടു 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന പോലെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എഴുതി പോയിന്റ് എഴുതി എന്നിട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പാടുള്ളൂ എക്സാമിന്. ചോദ്യം ചോദിച്ച പാടും ഡയറക്റ്റ് ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം ഒരു സ്ട്രക്ചർ നമ്മുടെ എക്സാം ഷീറ്റിൽ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് തോന്നണം ഈ കുട്ടിക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. 8 മാർക്കിന്റെ കേസിലൊക്കെ പ്രത്യേകിച്ച് 3 മാർക്സിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാം. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ്ങും ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് തുടങ്ങാം. 8 മാർക്സിനാണെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പാടില്ല. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാന്ന് എഴുതി ഫാക്ടേഴ്സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഗ്രാഫ് പോലെ വരച്ചു. എന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യണ്ടു, നെക്സ്റ്റ് സൈഡിൽ ഇന്റേണൽ ഫാക്ടേഴ്സിന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഓരോ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ടൈമിംഗ് നോക്കണം. 3 മാർക്സിനും 8 മാർക്സിനും കൂടുതലായിട്ട് സമയം കൊടുക്കാൻ ശ്രമിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും വെച്ചിട്ട് കുറെ സമയം അവിടെ ഇരിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ആർ ദി മെയിൻ സോഴ്സസ് ഓഫ്
ഫണ്ട്. ഈ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മുടെ മൊഡ്യൂൾ 1 3 മാർക്കിനും 8 മാർക്സിനും ഞാൻ ഒരുമിച്ച് തരാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ 8 മാർക്കിന് വരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സാറ് ചിലപ്പോൾ 3 മാർക്കിന് ഇടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് 3 മാർക്സ് ആൻഡ് 8 മാർക്സിന് ഒരുമിച്ച് ഇടാൻ കാരണം. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്തുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ര 6 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളാണ്. നമ്മുടെ ഫസ്റ്റ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം പുതിയ സിലബസ് വരുന്നതിന് മുന്നേ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ഉണ്ടായിരുന്നു. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ചാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് വന്നത്. സോ മൊഡ്യൂൾ 2 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് നമ്മുടെ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. സോ ഫസ്റ്റ് 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നമ്പർ ഇടുന്നു. 7th ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ്. ബേസിക് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രീവിയസ് സിലബസിൽ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നു. അതിൽ 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് 8 മാർക്സിന് ചോദിച്ച ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. 2015-ലും 2017-ലും 2018-ലും ഒക്കെ 8 മാർക്സിന് ചോദിച്ച ചോദ്യം വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഇൻ ഡീറ്റെയിൽ. 3 മാർക്കിന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പാട് ഓടി വരണം 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. 7 കോൺസെപ്റ്റ് ഉണ്ട്, 7 ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ മോഡേൺ കോൺസെപ്റ്റിന്റെ. നമ്മൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ കോൺസെപ്റ്റും മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ട്രഡീഷണൽ കോൺസെപ്റ്റും 3 മോഡേൺ കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ മോഡേൺ കോൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? കസ്റ്റമേഴ്സ് ഈസ് കൺസിഡർഡ് എ കിങ്, ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ ഓർമ്മിക്കണം. ദെൻ 10th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് PLC. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സബ്ജക്ട് പഠിക്കുന്ന കുട്ടി ഇത് പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോകാവൂ. വാട്ട് ഈസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, വാട്ട് ആർ ഇറ്റ്സ് സ്റ്റേജസ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് PLC എന്താന്ന് എഴുതി അതിന്റെ ഒരു മീനിങ് എഴുതി നെക്സ്റ്റ് നിങ്ങൾ പെൻ എടുക്കുന്നത് എന്തിനായിരിക്കണം, ഒരു ഗ്രാഫ് പോലെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വരക്കാനായിരിക്കണം. അതായത് അതിന്റെ സ്റ്റേജസ് കാണിക്കുന്ന ഗ്രാഫ് ഉണ്ട്. ഏതൊക്കെ മെയിൻ സ്റ്റേജസ് എന്ന് അറിയാം അല്ലെ? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. സോ മെച്യൂരിറ്റിന്റെയും ഡിക്ലൈനും മുന്നിൽ ഒരു സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മുടെ അധിക ടെക്സ്റ്റിലും ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ, ഈ 4 സ്റ്റേജസ് ആണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലെ, അതിന്റെ സ്റ്റേജസ്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ? ദ ജേർണി ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ദി മാർക്കറ്റ് അല്ലെ? ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ജേർണി അല്ലെ, ഇൻട്രൊഡക്ഷൻ തൊട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവുന്നത് വരെയുള്ള അതിന്റെ ജേർണിയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നതും എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ പറ്റുന്നതുമായ ചോദ്യമാണ് നെക്സ്റ്റ്. വാട്ട് ഈസ് ബ്രാൻഡിങ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് അല്ലെ? എന്തൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ ഒരു ബ്രാൻഡിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, എങ്ങനെയായിരിക്കണം ഒരു ബ്രാൻഡ്, എങ്ങനെയാണ് നമ്മൾ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നെയിം കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ബ്രാൻഡിങ്, വാട്ട് ഈസ് ബ്രാൻഡിങ്? ഇറ്റ് ഈസ് എ നെയിമിംഗ് സെറിമണി. നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, ഒരു കുട്ടിക്ക് നമ്മൾ പേര് വിളി നടത്തുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റിനും. നെയിമിംഗ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ബ്രാൻഡിങ്. ബ്രാൻഡ് മേ ബി എ സിംബൽ, നെയിം അല്ലെ, മാർക്ക് ഓർ ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് തിങ്സ്, നമുക്ക് എന്തും പറയാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ? ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ഈസി ടു പ്രൊനൗൺസ്, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ദെൻ 12th question, what do you mean by market segmentation? Explain pattern of segmentation in detail. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കറ്റിംഗ് സബ്ജക്റ്റിൽ നിങ്ങളുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത ചില ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഉണ്ട്. കാരണം അത് തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സാറന്മാർക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. സോ മാർക്കറ്റ് സെഗ്മെന്റേഷനും പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ സിലബസിലുണ്ട്. യൂണിവേഴ്സിറ്റി തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും
8 മാർക്സിന്റെ കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ. Then pattern of segmentation. എന്താ സെഗ്മെന്റേഷൻ? ഡിവൈഡിങ് ദി എൻറ്റയർ മാർക്കറ്റ് ഇൻടു സ്മോൾ സെഗ്മെന്റ്സ് അല്ലേ? ദെൻ പാറ്റേൺ ഡിഫറൻഷിയേറ്റഡ്, അൺഡിഫറൻഷിയേറ്റഡ്, കോൺസെൻട്രേറ്റഡ്, കസ്റ്റമൈസ്ഡ്, അതൊക്കെ. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്? ഇതുകൊണ്ട് ഈ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്ങിന് ക്വസ്റ്റ്യൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അധികവും നമ്മൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കാണാം ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്. 8 മാർക്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ്, ദെൻ വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ചില സമയത്ത് 3 മാർക്കിന് അധികം എന്താ ചോദിക്കുന്നത് അറിയോ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ അത് കുട്ടികൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് എഴുതണം അല്ലേ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ എടുക്കേണ്ടി വരും. സോ അങ്ങനത്തെ കാര്യങ്ങൾ എക്സാമിന്റെ സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ദെൻ വാട്ട് ഈസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ദെൻ വാട്ട് ഈസ് പ്രൊഡക്റ്റ് പൊസിഷനിങ്? എക്സ്പ്ലെയിൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. കേട്ടോ, എന്താ പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ള ഒരു വേർഡ്? അത് 1 മാർക്സിന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ക്രിയേറ്റിംഗ് എ ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് എ കൺസ്യൂമർ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. ദെൻ നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗിന്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് വേണ്ടിക്ക് നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ സിലബസിൽ മാർക്കറ്റിംഗിന്റെ ഗ്ലോബലൈസ്ഡ് സിനാരിയോ എന്ന് പറഞ്ഞിട്ടാണ് മൊഡ്യൂൾ 3ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് എന്താ? അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്. അപ്പൊ 1 മാർക്കിന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാട്ട് ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ചോദിച്ചു. സോ അതിന്റെ അഡ്വാൻറ്റേജ് 3 മാർക്കിന് ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, കാറ്റലോഗ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സർവീസ് മാർക്കറ്റിംഗ്. ഒരു പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു വ്യക്തി സാർമാരാണെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. കാരണം എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് 4 P's നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. The same thing in the case of service marketing also. We have 7 P's of service: product, price, place, promotion. അതിന് കൂടെ 3 എണ്ണം കൂടി: people, process, physical evidence. കേട്ടോ. സോ അത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സർവീസ് മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഒരു 7 P'സും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ദെൻ വാട്ട് ഈസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്? 1 മാർക്കിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ദെൻ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 മാർക്സ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദി മെയിൻ മോഡേൺ ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്? മുഴുവനായിട്ട് ഈ സിലബസ് പഠിച്ച ഈ 3ാമത്തെ മൊഡ്യൂൾ പഠിച്ച മുഴുവനായിട്ട് നിങ്ങൾ ചിലപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ എഴുതേണ്ടി വരും അല്ലേ? ഓൺലൈൻ മാർക്കറ്റിംഗ്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, സർവീസ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇ കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. കാരണം നമ്മൾ സിലബസിലുള്ളത് മാത്രമേ വരൂ എന്ന് വിചാരിച്ച ഒരു എക്സാമുകൾ പോകാൻ പാടില്ല. കാരണം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 1 വേർഡില് വാട്ട് ഈസ് കേസ് ആൻഡ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കേസ് ആൻഡ് കോൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ ഇല്ലേന്ന് ചോദിച്ചാൽ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷെ അത് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ HRM കേസ് ആൻഡ് കോൺസെപ്റ്റിന്റെ കേസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു. സോ നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ കൂടി എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യുന്ന 3 മാർക്കിന്റെയും 8 മാർക്സിന്റെയും ക്വസ്റ്റ്യൻസ്. ദെൻ 4ാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡ്യൂട്ടീസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ HR മാനേജർ. ഒരു HR മാനേജർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ? 3 മാർക്കിന് ചോദിക്കാൻ സാധ്യത. Then what is HR planning? അല്ലെങ്കിൽ മറ്റൊരു പേര് മാൻ പവർ പ്ലാനിങ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്റ്റെപ്സ്. Then what you mean by selection? Explain its steps. കാരണം യൂണിവേഴ്സിറ്റി എന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഒരു ചോദ്യമാണ് ക്വാളിറ്റീസ് ഓഫ് എൻ HR മാനേജറും സെലക്ഷനും സെലക്ഷന്റെ സ്റ്റെപ്സും. Then what you mean by recruitment? What are the sources of recruitment? കണ്ടോ, ഈ സെലക്ഷനും സെലക്ഷന്റെ സ്റ്റെപ്പും റിക്രൂട്ട്മെന്റും സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഒക്കെ 8 മാർക്സിന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും, 3 മാർക്സിന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതാണ് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 3 മാർക്സിന്റെയും 8 മാർക്സിന്റെയും ക്വസ്റ്റ്യൻ. സോ ഈ സെലക്ഷനും വാട്ട് ഈസ് HR പ്ലാനിംഗ് എന്നൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ മൊഡ്യൂൾ 5 HRM എന്ന് പറയുന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ആണ് അല്ലെ? പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം.
സോ യൂണിവേഴ്സിറ്റി തന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി മെയിൻ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ 8 മാർക്കിന് ചോദിക്കുന്നു പറഞ്ഞിട്ട് അവർ മോഡൽ തന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് അപ്രൈസലിന്റെ മെത്തേഡ് നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടാ, എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ പഠിച്ചിട്ട് പോകണം. സോ മോഡേൺ മെത്തേഡും ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, ശ്രദ്ധിക്കണം. ദെൻ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ദി മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഹേലോ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലിമിറ്റേഷൻസ് ഓർ പ്രോബ്ലംസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ദെൻ വാട്ട് യു മീൻ ബൈ ട്രെയിനിങ്, വേരിയസ് നീഡ് ഫോർ ട്രെയിനിങ്. കണ്ടാ, അത് 3 മാർക്കിന് ചോദിക്കാം, നീഡ് ഫോർ ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ് ഉണ്ട് അല്ലേ. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ ടൈപ്സ് ഓഫ് ട്രെയിനിങ് കൂടി ഉണ്ട്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതും കൂടി ഒന്ന് നോക്കണം. നമ്മൾ മെയിൻ ആയിട്ട് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് പറയുമ്പോൾ ഓൺ ദി ജോബും ഓഫ് ദി ജോബ് ട്രെയിനിങ് ആണ്. സോ ഇതൊരു 8 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാ കുട്ടികൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ട്രെയിനിങ് എന്താണെന്ന് എഴുതുക, ദെൻ ട്രെയിനിങ്ങിന്റെ നീഡ് ഒരു ഇമ്പോർട്ടൻസ് എഴുതുക, എന്നിട്ടേ നിങ്ങൾ എന്തിലേക്ക് കടക്കാവൂ, മെത്തേഡ്സിലേക്ക് കടക്കാവൂ. ചോദിച്ച് അപ്പാടും മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല. 8 മാർക്കിനാണെങ്കിൽ. 3 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി, ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എഴുതാം. കാരണം 3 മാർക്കിന് മാക്സിമം നമ്മൾ പറയുന്നത് 1 പേജ് 1.5 പേജ് എന്നൊക്കെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം അല്ലെ നോട്ട് എക്സീഡിങ് 1 പേജ് എന്നൊക്കെ കാണാം. 1 പേജിൽ കൂടണ്ട, 1 പേജ് മിനിമം ഇത്ര മതി എന്നൊക്കെ കാണാം. പക്ഷെ 1 പേജ് വെച്ച് അങ്ങനെ എഴുതിയാൽ ചിലപ്പം അല്ലെ നമ്മുടെ ആ വാല്യുവേഷനിൽ ചിലപ്പം മാർക്ക് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. സോ കുറച്ച് കൂടുതലായിട്ട് ഈ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ എഴുതാൻ റെഡി ആവണം. ഈ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ജസ്റ്റ് 19 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളൂ. എല്ലാം കൂടി 1 മാർക്കും 3 മാർക്കും 8 മാർക്കും ഒക്കെ കൂടി. സോ ഇതൊക്കെ പക്ഷെ നിങ്ങൾ പഠിച്ചു പോയാൽ ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഓവറോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു.